എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഞാനിന്ന് സംസാരിക്കുന്നത് പ്രൊബയോട്ടിക്കിനെ കുറിച്ചിട്ടാണ്. കുറച്ചും കൂടി നല്ല പ്രൊബയോട്ടിക് ഏതാണ്? IBS പേഷ്യൻസിന്, അതേപോലെ ഗട്ട് ഇഷ്യൂസ് ഇടയ്ക്കിടയ്ക്ക് വരുന്നവർക്കും, ആക്നേസ് എപ്പോഴും വരുന്നവർക്കും, ഇങ്ങനെ വിട്ടുമാറാതെ ആക്നെ ഇങ്ങനെ വരുന്നവർക്കും വേണ്ടിയിട്ടുള്ളൊരു ബെസ്റ്റ് പ്രൊബയോട്ടിക് ഓപ്ഷനാണെന്ന് ഞാൻ ഇവിടെ സംസാരിക്കുന്നത്. അപ്പോൾ ഇന്ന് പലരും സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ യോഗേർട്ട് മേടിച്ചിട്ട് പോകുന്നത് കാണാറുണ്ട്. അതും ഫ്ലേവറുള്ള യോഗേർട്ട്, നല്ലപോലെ ഷുഗർ ആഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇവർ വിചാരിക്കുന്നത് കുട്ടികളാണെങ്കിൽ അത് പെട്ടെന്ന് കഴിക്കുകയും ചെയ്യും, എന്നാൽ നല്ല ഗുണമാണ്. ഇപ്പോൾ നമുക്കിപ്പോൾ ഫംഗൽ ഇൻഫെക്ഷൻസ്, അതായത് കാൻഡിഡ പോലുള്ളത് കുറയ്ക്കാനായിട്ട് ഈ പ്രൊബയോട്ടിക്കൊക്കെ കുറേ പേര് കഴിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഗട്ടിലെ ഒരു ബാലൻസ് കീപ്പ് ചെയ്യാനായിട്ട്, ഈ നല്ല ബാക്ടീരിയയും ചീത്ത ബാക്ടീരിയയും തമ്മിലുള്ളൊരു ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഇത് കഴിക്കുന്നവർ ഒത്തിരി പേരുണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഷുഗർ ആഡ് ചെയ്തതാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ബാഡ് എഫക്റ്റാണ് തരുന്നത്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഫംഗസിൻ്റെ ഗ്രോത്ത് ഷുഗർ കൂട്ടും. അപ്പോൾ പിന്നെ നമുക്ക് അതിൻ്റെ ഒരു എഫക്റ്റ്, ഇപ്പോൾ യോഗേർട്ട് കഴിക്കുന്നതിൻ്റെ ഒരു എഫക്റ്റ് ചിലപ്പോൾ അധികം കിട്ടിയെന്ന് വരില്ല. അപ്പോൾ എപ്പോഴും നമ്മൾ ഷുഗർ ആഡ് ചെയ്യാത്തത് കഴിക്കുക, അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ അത് ഉണ്ടാക്കാൻ നോക്കുക. ഇതാണ് ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത്. ഇനി പെട്ടെന്ന് ഈ IBS ഒക്കെ ഉള്ളവർക്കൊക്കെ കുറച്ചും കൂടി നല്ലത് കേഫിർ എന്ന് പറയുന്ന ഒരു മിൽക്ക് പ്രൊഡക്റ്റാണ്. കേഫിർ എന്ന് പറയുന്ന ഒരു ഫെർമെൻറ്റഡ് മിൽക്ക് പ്രൊഡക്റ്റാണത്. ഈസ്റ്റേൺ യൂറോപ്പിലുള്ളവരാണ് ഈ കേഫിർ എന്ന് പറയുന്നത് ഉപയോഗിക്കുന്നത്. അതിൽ ഈ യോഗേർട്ടിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അതിൽ കുറച്ചും കൂടി ബാക്ടീരിയയുടെ സ്ട്രെയിൻസ് കുറച്ചും കൂടി കൂടുതലാണ് ഈ കേഫിറിൽ. അതുകൊണ്ട് തന്നെ നമ്മുടെ ഗട്ട് ഹെൽത്ത് നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യും. അതുമാത്രമല്ല, ഗട്ടിലെ മൈക്രോബ്സിൻ്റെ ഡൈവേഴ്സിറ്റി കൂട്ടാനായിട്ട് ഈ കേഫിർ എന്ന് പറയുന്നത് വളരെയധികം സഹായിക്കും. നമുക്ക് പെട്ടെന്ന് വ്യത്യാസം അറിയാനൊക്കെ ആയിട്ട് സാധിക്കും. ഈ കാൻഡിഡ പോലുള്ള ഇൻഫെക്ഷൻസ് ഒക്കെ ഉള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കേഫിർ കഴിക്കുന്നതോടുകൂടി നമുക്ക് പെട്ടെന്ന് ഒരു ചേഞ്ചസ് നമുക്ക് അറിയാൻ സാധിക്കും. അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് മുഖക്കുരു വരുന്നവരാണ്, എന്ത് തേച്ചിട്ടും മാറുന്നില്ല, നമ്മൾ ഡയറ്റ് ചേഞ്ച് ചെയ്ത് നോക്കി, എന്ത് തേച്ചിട്ടും നമുക്കൊരു മാറുന്നില്ല എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഗട്ടിലെ ഇഷ്യൂസ് നമുക്ക് ഈ ഫേസിൽ പിമ്പിൾ വരാനൊരു കാരണമാണ്. സോ അങ്ങനെയുള്ളവർ ഈ കേഫിർ ട്രൈ ചെയ്ത് നോക്കുന്നത് വളരെ നല്ലതായിരിക്കും. പിന്നെ IBS പേഷ്യൻസ് ഈ കേഫിർ ട്രൈ ചെയ്ത് നോക്കുന്നത് വളരെ നല്ലതായിരിക്കും. കാരണം അതിൽ കുറച്ചും കൂടി ബാക്ടീരിയയുടെ സ്ട്രെയിൻ കൂടുതലുള്ളത് കാരണം ഇത് കുറച്ചും കൂടി എഫക്റ്റീവായിരിക്കും. അപ്പോൾ ഇത് എങ്ങനെയാണ് നമ്മൾ സാധാരണ യോഗേർട്ട് എങ്ങനെയാണോ ഉണ്ടാക്കേണ്ടത് അതേപോലെ തന്നെയാണ് കേഫിർ ഉണ്ടാക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെ സ്റ്റാർട്ടർ അഥവാ നമ്മൾക്ക് ഈ കൾച്ചർ പൗഡർ നമുക്ക് ഈ ഓൺലൈൻ സൈറ്റിൽ നിന്നൊക്കെ അവൈലബിൾ ആണ്. മിൽക്ക് വെച്ചിട്ട് തന്നെയാണ് ഉണ്ടാക്കേണ്ടത്. സോ ഞാൻ പറ്റുകയാണെങ്കിൽ കേഫിർ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഉടനെ തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും എല്ലാവർക്കും ഷെയർ ചെയ്യണം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ വരുന്നവരെ സ്റ്റേ ട്യൂൺ, സ്റ്റേ ഹെൽത്തി, ബൈ.